നമ്മുടെ പോലീസ് ഏതാണ്ട് മാനസിക നില തെറ്റിയ ആളുകളെ പോലാണ് ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാര്യം ഇല്ലേ, കുന്നംകുളം സംഭവം പുറത്തോട്ട് വന്നു, അതോടുകൂടി അതൊരു വലിയ പ്രശ്നമായി. പിന്നെ പീച്ചിയിലെ പോലീസ് സ്റ്റേഷനിലെ സംഭവം പുറത്തോട്ട് വന്നു, അതും പ്രശ്നമായി. വേറെ ഒരുപാട് സംഭവങ്ങൾ, അത് വിജയനാചാര്യയുടെ പത്തനംതിട്ടയിലെ പ്രശ്നമായാലും തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ ആളുകൾക്കൊരു ധൈര്യമായി. ധൈര്യമല്ല, ആളുകളുടെ അജ്ഞതയാണ്. ഈ പോലീസ് ആക്ടിനകത്തൊക്കെ കറക്റ്റ് പ്രൊവിഷൻസ് ഉണ്ട്. ആ പ്രൊവിഷനൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാനോ അതിനെക്കുറിച്ച് അത് തിരക്കാനോ ഒന്നും ആരും മെനക്കെടാറില്ല. അതുകൊണ്ടാണ് ഈ CCTV ദൃശ്യങ്ങളൊന്നും ആളുകൾ ചോദിക്കാതിരുന്നതൊക്കെ. പക്ഷേ അതിനുള്ള പ്രൊവിഷനൊക്കെ അതിലുണ്ട്. അതനുസരിച്ച് കൊടുത്തേ പറ്റുള്ളൂ. പോലീസ് കൊടുക്കണം. കൊടുക്കുന്നതിന് ഒരുപാട് മുട്ടുന്യായങ്ങൾ പറയും. ഇപ്പോൾ ആളുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. മുട്ടുന്യായങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയതായിട്ട് വന്നേക്കുന്നത് സോണി എന്ന് പറയുന്ന ഒരാൾ, അയാൾ NM സോണി, അയാളുടെ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ അയാളെ ഏതെന്നറിയോ, അയാളെ കൊണ്ടുവന്നിട്ട് കമ്പ്യൂട്ടർ റൂമിൽ കയറ്റിയിട്ട് ഇടിച്ചു. അതാണ് കാര്യം. അപ്പോൾ അയാൾ CCTV ദൃശ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് കൊടുക്കാതിരിക്കാൻ പറഞ്ഞ ന്യായം എന്താണെന്നറിയോ, പോലീസ് സ്റ്റേഷനിൽ രഹസ്യ വിവരം നൽകാനെത്തിയ ഒരുപാട് ആളുകളുണ്ട്, അവരുടെയൊക്കെ വിവരം ഇതിൽ കാണുമെന്ന്. പിന്നെ പോലീസ് ആക്ടിനകത്ത് ഇത് കൊടുക്കണമെന്ന് എഴുതി വെച്ചേക്കുന്നത് എന്തിനാ? സുപ്രീം കോടതി എന്തിനാ പറഞ്ഞേക്കുന്നത് ഇത് കൊടുക്കണമെന്ന് വീണ്ടും വീണ്ടും? അപ്പോൾ ഇതെല്ലാം അങ്ങ് മറികടക്കാനുള്ള മാർഗങ്ങൾ ഇവർക്കറിയാം, അതവർ ചെയ്യും. അതിനുവേണ്ടി പറയുന്നതാണ്. ഒന്നുകിൽ പോക്സോ കേസിലെ ആളുകൾ വരും, അവരെ വിവരം കാണും, അല്ലെ മാവോയിസ്റ്റുകൾ വരും, അവരെ അറിയും. പിന്നെ ഇപ്പോൾ അതിലും കൂടുതലാണ് രഹസ്യ വിവരം നൽകാനായിട്ട് പോലീസ്. പിന്നെ രാവിലെ മുതൽ പോലീസ് സ്റ്റേഷനിൽ പോയി രഹസ്യ വിവരം കൊടുക്കാൻ പോകുന്നത്, അവിടെ കയറുന്നവനെ എല്ലാം ഇടിക്കുമാർ. അതായി കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് ഈ പറയുന്നത്. ഇനി അത് പൊക്കോട്ടെ, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. കാരണം അത് പോയവർ ഇതെല്ലാവർക്കും ഇപ്പം മനസ്സിലായ കാര്യമാണ്, പുതിയ ആയിട്ടൊന്നുമില്ല. ഈ സോണിയെ കൊണ്ടുപോയിട്ട് ഇടിച്ചെന്ന് സോണി പറയുന്നു. എന്നിട്ട് അയാൾ ഇത് ചോദിച്ചപ്പോൾ CCTV ദൃശ്യം ചോദിച്ചപ്പോൾ അത് ഡിനേ ചെയ്തതിൻ്റെ കാരണം രഹസ്യ വിവരം നൽകാൻ എത്തിയവരെ എല്ലാം അതിൽ കാണുമെന്ന്. അത് മറച്ചട്ടം കൊടുത്താൽ പോരെ? വേണ്ട, ഇയാളെ ഇടിച്ചത് മാത്രം കൊടുത്താൽ മതിയല്ലോ. ഇയാളെ ഇടിക്കുമ്പോൾ രഹസ്യമൊന്നും അതിനകത്തില്ലല്ലോ, ഇടിയല്ലേ അയാൾ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, അത് കഴിഞ്ഞ് അയാൾ അതിന് അപ്പീൽ കൊടുത്തു, DYSPക്ക് അപ്പീൽ കൊടുത്തപ്പോൾ എന്താ, അതും കൊടുക്കുകയല്ല. അന്നേരവും പറഞ്ഞത് ഇതാണ് രഹസ്യ വിവരം നൽകാനെത്തിയവരെ വിവരം. ഇനി അയാൾക്ക് അറിഞ്ഞുകൂടായിരുന്നു വിവരാവകാശ കമ്മീഷണർക്ക് കൊടുക്കാമെന്ന്. വീണ്ടും അതോടുകൂടി അയാളിപ്പോൾ അതും കൊടുത്തിട്ട് അതിന് കാത്തിരിക്കുക. 2024 മാർച്ചിൽ നടന്ന സംഭവമാണ് എന്ന് അയാൾ പറയുന്നു. ഇത് ഉള്ളതാണെങ്കിൽ ഇവർ കൊടുക്കണം, ഇല്ലെങ്കിൽ ഇടിക്കാൻ പോരുന്ന ആളുകളെ. ഇടിച്ചാൽ ധൈര്യമായിട്ട് ഇടിക്കുന്നവന്മാരാണെങ്കിൽ ഇത് അതിൻ്റെ കോൺസിക്വൻസും കൂടെ ഏറ്റെടുക്കാൻ തയ്യാറാവണം. ഇനി ഇതൊന്നുമല്ല ഇപ്പം സംഭവിച്ചേക്കുന്ന അതിലും അതിഭയാനകമായൊരു കാര്യം നോക്ക്. ഈ പോലീസ് ചെയ്തേക്കുന്ന പരിപാടി കോടതിയിൽ, വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ 2 KSU പ്രവർത്തകരെ, സ്റ്റുഡൻസാണ്, വിദ്യാർത്ഥികളാണ്. അവരെ എന്തോന്നറിയാം, വൻ ഭീകരന്മാരെ അതുപോലെ കറുത്ത മുഖം മൂടി അങ്ങോട്ട് വളരെ അങ്ങോട്ടിട്ട് അണിയിച്ച് കയ്യിൽ വിലങ്ങും വെച്ച് ഹാജരാക്കി. അതായത് രാജ്യദ്രോഹ കുറ്റവാളികളെ ഉണ്ടല്ലോ, വെളിയിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇപ്പോൾ അമേരിക്കയെന്നോ അല്ലെ നമുക്ക് കൈമാറി കിട്ടിയ പ്രതികളെയോ ഒക്കെ കൊണ്ടുവരുന്ന മാതിരി കോടതിയിലോട്ട് ഹാജരാക്കി. എന്നിട്ട് എന്താ ഇതെന്തിനാ ഇവരെ മുഖം മറച്ചേക്കുന്നത് എന്ന് വിലങ്ങ് വെച്ചേക്കുന്നത് ചോദിച്ചപ്പോൾ ഇവർ വലിയ ഭീകരർ ആന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്തെന്നറിയോ, ഇവരെ ടെസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് നടത്തണമെന്ന്. ഇവനൊക്കെ എന്തെങ്കിലും വിവരമുണ്ടോ ഈ വിളിച്ചു പറയുന്നവന്മാർക്ക്? അതായത് ഒരാളുടെ പേരും അഡ്രസ്സും എല്ലാം കൊടുത്ത് എല്ലാം ശരിയായി റെഡിയാക്കി അങ്ങോട്ട് ശേഷം അതിന് ടെസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് വേണമെന്ന്. എന്തു ഈ പറയുന്നതിലൊക്കെ ഉള്ള അർത്ഥം? ഈ TI പരേഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ഒരാളെ വിവരങ്ങളെല്ലാം വെളിപ്പെടുത്തിയതിന് ശേഷം അയാളെ ഇതുപോലെ മുഖം മറച്ച് കോടതി കൊണ്ടുവന്ന് ഹാജരാക്കുക. അപ്പോൾ ഏതായാലും അത് മജിസ്ട്രേറ്റായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്തു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ജുഡീഷ്യറിയോട് വല്ലപ്പോഴും തോന്നുന്ന ഒരു ബഹുമാനം ഉണ്ടല്ലോ, എനിക്ക് തോന്നി. കാര്യം ഇതെന്തിന് ഇത് കൊണ്ടുവന്നു, ഇങ്ങനെ മുഖം മറച്ചു കൊണ്ടുവന്നു, എന്തിന് വിലങ്ങ് വെച്ചുകൊണ്ട് വന്നു ഇവരെ? പോലീസ് ഇപ്പോൾ രാഷ്ട്രീയക്കാരാണ്. അതായത് പോലീസിൻ്റെ നേതൃത്വം എന്ന് പറയുന്നത് മുമ്പ് പോലീസ് മേലധികാരികൾക്കാണ് പോലീസിനെ നിയന്ത്രിക്കാവുന്നതായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ പോലീസിനെ നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വമാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് കണക്കാക്കേണ്ടത്. അപ്പോൾ പോലീസ് രാഷ്ട്രീയക്കാരുടെ പിണിയാളുകളായിട്ട് അങ്ങ് മാറുകയാണ്. അവർക്ക് വേണ്ടി, അതായത് ഭരിക്കുന്ന ആ കക്ഷിക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാനുള്ള
ഒരു മനോഭാവമാണ് പോലീസിന്. അതാണ് പോലീസിലേക്ക് രാഷ്ട്രീയം കലർന്നു വന്നേക്കാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ രണ്ട് പിള്ളേരെ കൊണ്ടുവന്ന് ആരാക്കാൻ അവന്മാർ ചെയ്തു വെച്ചേക്കുന്നത്. വലിയ ഭീകരന്മാരെ കൊണ്ടുവരുന്നവരെ കറുത്ത മുഖം മൂടിയും വലിച്ച് ധരിപ്പിച്ച് കയ്യിൽ വിലങ്ങും വെച്ച് കൊണ്ടുവന്നേക്കാണ്. കാലിൽ ചങ്ങല ഇട്ടില്ലെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞാൻ കാണുന്നത്. അല്ലാതെ ബാക്കിയൊക്കെ ഈ സംഭവമാണ്. മറ്റേ സിനിമയിലൊക്കെ നമ്മൾ കാണുമല്ലോ, കാലയിലും കയ്യിലും ഒക്കെ ചങ്ങലയിട്ട് ഇങ്ങനെ പണ്ട് ത്യാഗരാജനൊക്കെ ന്യൂഡൽഹി സിനിമയെ കൊണ്ടുവരുന്നതൊക്കെ നമുക്ക് കണ്ടു എന്ന് പറഞ്ഞ പോലെ അങ്ങനെയും കൂടെ ചെയ്യണമായിരുന്നു കേട്ടോ. ഇനി യവന്മാരതും ചെയ്യും. ഇനി അതെല്ലാം പോട്ടിപ്പോൾ വലിയ താത്വിക ആചാര്യനായിട്ട് നടക്കുന്ന ശ്രീ MA ബേബി ഉണ്ടല്ലോ, അതായത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി സെക്രട്ടറി, ദേശീയ സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വായിച്ച് പഠിക്കേണ്ടതാണ്. ഒറ്റപ്പെട്ട സംഭവം, ദിവസം തോറും എടുത്തിട്ട് കണ്ടവനെ ഇഴിച്ചിട്ട് അതെല്ലാം ഒറ്റപ്പെട്ട സംഭവം. ശരിയാണ്, ഒറ്റപ്പെട്ട സംഭവം. ഒറ്റപ്പെട്ട സംഭവങ്ങൾ നല്ല വണ്ടി ഒറ്റപ്പെട്ട സംഭവമാണെന്ന്. പക്ഷേ അരുതാത്തത് സംഭവിച്ചു. അങ്ങനെ ഉണ്ട്. അത് മനസ്സിലായി. സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. എന്നിട്ട് വേറെ വർത്താനം കൂടെ പറഞ്ഞു. അത് വലിയ കണ്ടുപിടുത്തം കേട്ടോ. ഈ പോലീസിനെ ഒന്ന് നിയമിച്ചത് CPM അല്ല. ശരിയാണ്. ഇനി ഈ ഇടിച്ചവന്മാർക്കെതിരെ നടപടി വേണമെങ്കിൽ അവന്മാരെ ആര് നിയമിച്ചു എന്നുള്ളതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷം വേണം നടപടി കേട്ടോ. ഈ പോലീസുകാരെ ഒന്ന് CPM നിയമിച്ചല്ലെന്ന്. ഇനി നിങ്ങൾ നിയമിച്ച പോലീസുകാരെ ഇടിക്കത്തില്ലായിരിക്കും അല്ലേ എന്നുള്ളതായിരിക്കും. അതെന്താ ഉദ്ദേശിച്ചേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഈ വാചകങ്ങൾ വലിയ വലിയ വാചകങ്ങളാണ്. ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് എന്നെപ്പോലുള്ള പാവങ്ങൾക്കില്ല. അതുകൊണ്ടായിരിക്കാം. കാരണം ഇതുപോലെ രാഷ്ട്രീയമൊന്നും നമുക്ക് വശമില്ലല്ലോ. ഏതായാലും ശരി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിലിപ്പം നടന്നു വരുന്നത് കേട്ടോ. ഇനിയും കൂടുതൽ KSUക്കാരെയോ യൂത്ത് കോൺഗ്രസ്സുകാരെയോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ, അപ്പോൾ ഇത് പറഞ്ഞാൽ തോന്നും, ചിലവന്മാരെ വിളിച്ച് പറയും നിങ്ങൾക്ക് സീറ്റിന് വേണ്ടി പറയുക. എനിക്ക് സീറ്റും വേണ്ട, ഒരു മാങ്ങാത്തിലും വേണ്ട. ഞാൻ എല്ലാ രാഷ്ട്രീയക്കാർക്കും എതിരെ ഞാൻ പറയുന്നത്, അഴിമതി എവിടെ കാണിച്ചാലും ഞാനത് വിളിച്ചു പറയും. വൃത്തികേട് കാണിച്ചാൽ ഞാൻ വിളിച്ചു പറയും. ഞാൻ കോൺഗ്രസ്സുകാരനും അല്ല, കമ്മ്യൂണിസ്റ്റുകാരനും അല്ല, മുസ്ലിം ലീഗുകാരനും അല്ല, BJPക്കാരനും അല്ല, ഇനി വേറെ വല്ല പാർട്ടി ഇനിയിപ്പോൾ കേരള അതുമല്ല എന്ന് പറയുന്ന പോലെ എനിക്കതുകൊണ്ട് ധൈര്യമായിട്ട് വിളിച്ച് പറയാം. എനിക്ക് ധൈര്യമായിട്ട് നട്ടലോടുകൂടി എന്ന് പറയാം. ഞാനീ പറഞ്ഞത് കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പോലീസിന് വളരെ നാണക്കേടുണ്ടാക്കുന്നതല്ലേ. ഇതെല്ലാം പോലീസിൽ നല്ല ആളുകൾ ഒരുപാട് പേരുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം നമുക്ക് വേറെ ഒരാൾ പറഞ്ഞേക്കുന്നത് എന്താ, ഒരു എന്തോ ബാബുജി എന്ന് പറയുന്ന ഒരാളുടെ അയാൾ പറഞ്ഞു, അയാളുടെ വന്നിട്ട് ഹോൺ അടിച്ച് ശല്യപ്പെടുത്തിയപ്പോൾ ഇയാൾ അതിന് പ്രതികരിച്ചു. എന്തിനിങ്ങനെ ഹോൺ അടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്താ, നമ്മുടെ DGP ആയിരുന്ന അനിൽ കാന്തിൻ്റെ ഡ്രൈവറാണ്, പോലീസ് ഡ്രൈവറാണ് വണ്ടി ഓടിക്കുന്നത് കേട്ടോ. അയാളങ്ങോട്ട് അറയ്ക്കുന്ന തെറിയാണ് വിളിക്കുന്ന മുഴുവൻ. വീട്ടിലിരിക്കുന്ന ഇവന്മാർക്ക് ആരെയും തന്തയ്ക്ക് വിളിക്കാം, എല്ലാ വൃത്തികേടുകളും വിളിച്ചു പറയാം, എല്ലാ അശ്ലീലവും അവർക്ക് പ്രയോഗിക്കാം, പബ്ലിക്കിൽ ആരെയും മാനസികമായിട്ട് പീഡിപ്പിക്കാം, ഒരു പ്രശ്നമില്ല. കാരണം പോലീസല്ലേ. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം അയാൾ വിളിച്ചു പറഞ്ഞത്. ഇതുപോലെ ഇപ്പോൾ ധാരാളം പരാതികൾ, വേറെ ഒരുപാട് പരാതി വരുന്നുണ്ട്. നേരത്തെ സോണിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെ കാര്യമാണ്. ഇതുപോലെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് ഇപ്പോൾ കൂടുതൽ വരുന്നത് കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. തൃശ്ശൂരിൻ്റെ പോലീസിന് വല്ല പ്രത്യേകതയുണ്ടോയെന്ന് അറിയാനും വയ്യ. ഏതായാലും കൂടുതൽ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ഇനിയും പുതിയ വെളിപ്പെടുത്തലുകൾ ഇതുപോലെ വരാനിരിക്കുന്നു കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പുറത്തോട്ട് വരാനിരിക്കുന്നു. അതുകൊണ്ട് ഏതായാലും ശരി, ഇപ്പം നമ്മളൊന്ന് മനസ്സിലാക്കുക, ഈ ആഭ്യന്തരമന്ത്രിയായിട്ട് ഇരിക്കുന്ന ആളിൻ്റെ അതിൽ ചോദിച്ചപ്പോൾ ശ്രീ പിണറായി വിജയൻ ഇങ്ങോട്ട് ഇറങ്ങുന്ന കണ്ടു കാറിനകത്തുനിന്ന്. ഉടനെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, പോലീസിനെതിരെ ഒരുപാട് അതിക്രമങ്ങളെ സംബന്ധിച്ചുള്ള വാർത്തകൾ, പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള അതിക്രമങ്ങളെ സംബന്ധിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ടല്ലോ. വാ അടച്ചു വെച്ചേക്കാരും സാധാരണ, പക്ഷെ ഇപ്പോൾ വാ തുറന്നു കേട്ടോ. ഇപ്പം ഞാൻ വിചാരിച്ചു ഏതാണ്ട് പറയാൻ പോകാമെന്ന്, അനങ്ങാതെ നടന്ന് കുനിഞ്ഞു നടന്നങ്ങ് പോയി. ഇതാണ് സംഭവിച്ചേക്കുന്നത്. ഇത് മതിയോ മുഖ്യമന്ത്രി? ഇങ്ങനെ മതിയോ? നിങ്ങൾ ഇതിനൊക്കെ ഉത്തരം പറയണ്ടേ? യു ആർ ആൻസറബിൾ. കാരണം നിങ്ങൾ ഭരിക്കുന്ന വകുപ്പാണ് ആഭ്യന്തരം എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് പറ്റത്തില്ലെങ്കിൽ ഇത് കളഞ്ഞിട്ട് പോകണം, വേറെ ആൾക്ക് കൊടുക്കൂ. അല്ലെങ്കിൽ ഇതിന് മറുപടി പറയൂ ജനങ്ങളോട്. നിങ്ങൾ ജനങ്ങളോട് മാപ്പ് പറയണം ഈ നടന്നേക്കുന്ന പോലീസ് അതിക്രമങ്ങൾക്ക്. നിങ്ങളുടെ ഭരണകാലത്ത് ഈ കഴിഞ്ഞ 9 വർഷമായിട്ട് നടക്കുന്ന
ഈ അതിക്രമങ്ങൾക്ക് നിങ്ങൾ ജനങ്ങളോട് മാപ്പ് പറയണം. അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് പോലീസിനെ പറഞ്ഞിട്ടുണ്ടല്ലോ, പോലീസിൽ ഇത് വെച്ച് പൊറുപ്പിക്കത്തില്ലെന്നൊക്കെ. ഇപ്പം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പൊറുപ്പിക്കാം, ഒരു കുഴപ്പമില്ല, വെച്ച് പൊറുപ്പിച്ചോളൂ. പക്ഷേ നിങ്ങൾ ജനങ്ങളോട് ഇതിന് മാപ്പ് പറയണം. അതാണ് ചെയ്യേണ്ടത്. വളരെ വലിയ ഗുരുതരമായ പിഴവാണ്. അല്ലെങ്കിൽ ഇതിനെ കുഴപ്പം തന്നില്ല, ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ കേരളം കണ്ടേക്കുന്ന ഏറ്റവും മോശക്കാരനായ മുഖ്യമന്ത്രി എന്നുള്ള ഒരു പേര് വാങ്ങിക്കൊണ്ട് നിങ്ങൾ പോകേണ്ടതായിട്ട് വരും. അത് വരാനുള്ള ഒരുക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി എന്താ കാര്യമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കൈവിട്ട കളിയാണ് നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്, പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. ഇപ്പോൾ കുറച്ച് വോട്ടും ഒക്കെ വാങ്ങിക്കാനായിരിക്കാം. ഏതായാലും ഈ വന്യമൃഗങ്ങൾക്ക് എതിരെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി അക്രമകാരികളായ വന്യമൃഗങ്ങളെ ശല്യം ചെയ്യുന്നതിനെയൊക്കെ വെടിവെച്ച് കൊല്ലണം എന്ന്, അതിനെ കൊല്ലാനുള്ള അധികാരം കൊടുക്കത്തക്കവണ്ണമുള്ള ഒരു ഭേദഗതി കൊണ്ടുവരുന്നു. ആ ഭേദഗതി കൊണ്ടുവന്നാൽ കുഴപ്പം നല്ലതാണ്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ഒരു ഭേദഗതി നമുക്ക് സ്റ്റേറ്റ് അമെൻമെൻറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനുള്ള കുഴപ്പമെന്ന് പറയുന്നത് എന്താണെന്നറിയോ? രാഷ്ട്രപതിയുടെ അസൻറ്റ് വേണം. ഇന്നത്തെ കാലത്ത് അത് അത്ര എളുപ്പമാണ് എന്ന് നമുക്ക് കരുതാൻ വയ്യ. പക്ഷേ ആളുകളെ പ്രകടിപ്പിക്കണമല്ലോ, പറഞ്ഞൊക്കെ നിർത്തണ്ടേ. കിറ്റൊന്നും ഇനി കേൾക്കത്തില്ല. അത് കാരണം ഇപ്പോൾ വന്യമൃഗങ്ങളും കാട്ടുപന്നി, ഇത് അതുപോലെ തന്നെ ഈ കാട്ടുപോത്ത്, പിന്നെ കരടി, കടുവ, അതേപോലെ ആന തുടങ്ങിയതിനെയൊക്കെ അതൊക്കെ നല്ല കാര്യമാണ്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാനും ഇത് പറയുന്നതാണ്. സ്റ്റേറ്റ് അമെൻമെൻ്റൊക്കെ കൊണ്ടുവന്ന് ഇതിൽ ഈ അപകടകാരികളായ ഈ വന്യമൃഗങ്ങളെ യഥാർത്ഥത്തിൽ അതിനെയൊക്കെ ഈ കൊല്ലാനുള്ള ഒരു അനുവാദം വൈൽഡ് ലൈഫ് വാർഡൻ്റെ അനുവാദത്തോടു കൂടി, കളക്ടറുടെ അനുവാദത്തോടു കൂടി, റെക്കമെൻഡേഷനോടുകൂടി വൈൽഡ് ലൈഫ് വാർഡന് ഇത് ചെയ്യാം എന്നുള്ള ഒരു കാഴ്ചപ്പാട്, അതൊക്കെ നല്ലതാണ്. ആ അമെൻമെൻ്റൊക്കെ കൊണ്ടുവരണം കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. അമെൻമെൻറ്റും ഒക്കെ കൊണ്ടുവരട്ടെ, അതേ ഇനി നടക്കുള്ളൂ. അതല്ലാതെ അതിൻ്റെ കൂടെ ഈ പോലീസ് അതിക്രമത്തിൻ്റെ കാര്യം നിങ്ങൾ വാ തുറന്നൊന്ന് സംസാരിക്കണം. അത് മാത്രമോ, ഈ അതിക്രമം നടക്കുന്ന ആളുകളെ ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് പറയണം. ഇപ്പോൾ LDFൻ്റെ കൺവീനറിൻ്റെ ഒരു പ്രസ്താവന കണ്ടു കേട്ടോ, അതും വളരെ നല്ലതാണ്. പരാതി വന്നാൽ ഉടനെ ഒരാൾ സർവീസിൽ നിന്ന് പിരിച്ചുവിടാക്കത്തില്ലെന്ന്. ആര് പറഞ്ഞു പരാതി വന്നാൽ ഉടനെ പിരിച്ചുവിടണമെന്ന്? തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാമല്ലോ. ഈ കുന്നംകുളത്തെ ഈ സംഭവം ഉണ്ടല്ലോ, അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കല്ലേ, അത് തെളിവില്ലാത്തതാണോ? അതിൽ കൂടുതൽ എന്താ തെളിവ്? ജീവിച്ചിരിക്കുന്ന തെളിവല്ലേ അത്? CCTV ദൃശ്യങ്ങൾ കാണുന്നു. ഇനി വേണമെങ്കിൽ പറയാം, ഇത് AI ക്യാമറ ഇങ്ങോട്ട് കൊണ്ടുവന്ന് AI വഴി കോൺഗ്രസ്സുകാരുണ്ടാക്കിയതാണെന്ന് വേണമെങ്കിൽ പറയാം. അത് പറയാനുള്ള ഒരുക്കം ഉള്ളതായിട്ട് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇടിച്ച പോലീസുകാരനറിയാം അവരാ ഇടിച്ചതെന്ന്, അവരില്ലെന്ന് പറയുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ മറ്റ് മേലുദ്യോഗസ്ഥർക്കറിയാം ഇവരാ ഇടിച്ചതെന്ന്, അതും ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇനി ഇതിന് പല ന്യായീകരണങ്ങൾ കണ്ടെത്തും.